ഇപ്പോൾ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ സർട്ടിഫിക്കറ്റ്സ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നബീലിന് കൈമാറി. ബിരുദ പ്രവേശനത്തിനായി സർട്ടിഫിക്കറ്റ്സുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടൽ. സജോ ദേവസ്യ മേപ്പാടിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അതായത് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വീടും അവരുടെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ നഷ്ടമായിരുന്നു. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ആദ്യം അതായത് ഇനി മുതൽ അങ്ങോട്ടേക്കും വിദ്യാർത്ഥികൾക്ക് ക്യാമ്പുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വീണ്ടെടുക്കാൻ കഴിയുന്നു. എന്നോടൊപ്പം മുഹമ്മദ് നബീൽ ചേരുകയാണ്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് നഷ്ടമായ സർട്ടിഫിക്കറ്റുകൾ, അതിലാദ്യം SSLC സർട്ടിഫിക്കറ്റുകൾ അല്ലേ, മുണ്ടക്കയിലായിരുന്നു വീടല്ലേ? മുണ്ടക്കൈ സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടമായി. എല്ലാം ആ ഒരു ഫയൽ അടക്കം പോയി. ഇപ്പോൾ എന്തിനു പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് അടിയന്തരമായ ആവശ്യം വന്നത്? CUET എക്സാം ചെയ്തു. അപ്പോൾ ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓരോ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ടായി. അപ്പോൾ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യണം അല്ലേ? ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് മന്ത്രിയെ നേരിട്ട് തന്നെ അറിയിച്ചിരുന്നു അല്ലേ? ആദ്യം ഇവിടുത്തെ ഹെഡ് മാസ്റ്ററെ അവരൊക്കെ അറിയിച്ചു. അപ്പോൾ പിന്നെ മന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ച് നോക്ക്, അപ്പോൾ കുറച്ചും കൂടി സ്പീഡാവും പറഞ്ഞു. അങ്ങനെ സിവിൽ സ്റ്റേഷനിൽ പോയി മന്ത്രിനെ ഏതായാലും പെട്ടെന്ന് ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. അതെ, വീടും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി, എന്നാലും ഈ മുന്നോട്ട് തുടർ പഠനം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു സ്വപ്നം അല്ലേ? അതെ, അവർ പറഞ്ഞ് വീടും എല്ലാം വീട്ടുകാരെ അങ്ങനെ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഇനി നമ്മളെ പഠനം അതായി. എന്താണ് നബീലിൻ്റെ സ്വപ്നം, എന്താണ് ആഗ്രഹം? അഗ്രികൾച്ചർ അങ്ങനെ ആ വഴിക്ക് പോകണമെന്നാണ്. ഇപ്പോൾ എവിടെയൊക്കെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, ICAR അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? അവിടെ കെമിസ്ട്രി ഉണ്ട്, പുറത്ത് മറ്റേ അഗ്രികൾച്ചർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ICAR വഴി. ഓക്കെ, നബീലിന് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്, +2 സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. അതെ അതെ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ നന്നായിട്ട് വരട്ടെ കേട്ടോ. അതാണ് നബീലാണ് നമ്മളോടൊപ്പം ചേർന്നൊപ്പം നമ്മളോടൊപ്പം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കൂടി ചേരുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ, നിങ്ങളുടെ അടുത്ത് ഏറെക്കുറെ ഒരു കണക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അത്രയും കുട്ടികൾക്ക് നഷ്ടമായിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ തുടർ പഠനത്തിനും ഒപ്പം അവരുടെ കൂടെ നിൽക്കുക, കുറച്ച് ആത്മവിശ്വാസം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ എന്താണ് ഇപ്പോഴത്തെ ഈ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ എന്താണ് ഒന്ന് പറയാമോ? കുറേയധികം ആളുകളുടെ എൻക്വയറി. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 3-4 ദിവസം അവർക്ക് അടിയന്തരമായിട്ടുള്ള മാനസിക സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കുട്ടികൾ നമ്മളിലേക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് എത്തിയിട്ടില്ല. ഇപ്പോൾ അവരൊന്ന് ജസ്റ്റ് റിക്കവർ ചെയ്തു വരുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ വയനാട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ക്യാമ്പുകൾ സന്ദർശിച്ചു, വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മീറ്റിംഗ് വിളിച്ചു, കാര്യങ്ങൾ വിലയിരുത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആദ്യം തന്നെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകത്ത് ഇടപെട്ടിരുന്നു. വിവരശേഖരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് മുഴുവൻ പേർക്കും ക്യാമ്പുകളിലൂടെയോ അദാലത്തുകളിലൂടെയോ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയുമെന്ന് കരുതുകയാണ്. ക്യാമ്പുകളിൽ തന്നെ നമുക്ക് അത് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അതായത് റിക്കവർ ചെയ്യാനുള്ള അതിനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഒരു ഫൈനൽ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി വരുന്നേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് ആ ക്രമത്തിൽ നൽകുന്നതിന് ഞങ്ങൾ സജ്ജരായിരിക്കും, മുഴുവൻ ടീമും സജ്ജരായിരിക്കും. അപ്പം സജോ ദേവസ്യാണ് വിവരങ്ങൾ കൈമാറിയത്. വിദ്യാഭ്യാസ രേഖകൾ കൈമാറി. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉയർന്നു എന്നറിയുമ്പോൾ സന്തോഷം. ഇതുതന്നെയാണ് സർക്കാർ ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും.